ചാപ്റ്റർ 16 സ്ട്രെസ് റീഡിംഗ് ആൻഡ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നമുക്കൊന്നൊരു വായിക്കാനുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. അത് ഇതിൽ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്നത് സ്ട്രെസ് ബിഫോർ എക്സാമിനേഷൻ അതാണ് കേട്ടോ. ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്, അതായത് പരീക്ഷയ്ക്ക് മുമ്പ് നമുക്ക് വരുന്ന ഒരു സ്ട്രെസ് ഉണ്ടാവും, അതായത് എന്താ പറയുക, ഒരു മാനസിക സമ്മർദ്ദം എന്നൊക്കെ പറയും. അത് എന്താണെന്നും അതിനെ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടതെന്നൊക്കെ വിവരിക്കുന്ന ഒരു ചാപ്റ്ററാണിത്. നമുക്ക് നോക്കാം എന്താ പറയുന്നതിന് അല്ലേ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ്സിനെ മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും ആദ്യത്തെ പടി. സ്ട്രെസ് എന്നത് അടിസ്ഥാനപരമായിട്ട് ഒരു മോശം കാര്യമല്ല. സാഹചര്യങ്ങളോട് നമ്മൾ എത്രത്തോളം പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമാണത്. ചെറിയ തോതിലുള്ള സമ്മർദ്ദം വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കാനും മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധിക്കും. എന്നാൽ അമിതമായിട്ടുള്ള നമ്മുടെ സമ്മർദ്ദം, സ്ട്രെസ്സ്, അത് നമ്മുടെ ഓർമ്മശക്തിയെയും അതേപോലെ തന്നെ ഏകാഗ്രമായി ഇരിക്കാനുള്ള മനസ്സിൻ്റെ കഴിവിനെയും അല്ലെങ്കിൽ പഠനത്തിൽ മികവ് പ്രകടിപ്പിക്കാനുള്ള അവസരത്തെ എല്ലാം ദോഷമായിട്ടായിരിക്കും അത് ബാധിക്കുക. വളർച്ചയുടെ ഘട്ടങ്ങളിലൂടെ സാമൂഹിക സമ്മർദ്ദങ്ങളിലൂടെയും കടന്നു പോകുന്ന കൗമാരക്കാരാണ് കൂടുതലായും സ്ട്രെസ്സ് അനുഭവിക്കുന്നവർ. അതായത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ കൗമാരക്കാരാണെന്നാണ് പറയുന്നത്. മാതാപിതാക്കളുടെ അധ്യാപകരുടെയും പ്രതീക്ഷകൾ, തിരിച്ചറിവിൻ്റെ അഭാവം, സുഹൃത്തുക്കളുടെ ഇടപെടൽ തുടങ്ങിയവയെല്ലാം ഈ ഒരു സമ്മർദ്ദത്തെ വർദ്ധിപ്പിക്കും. സമ്മർദ്ദം കൂടുന്നതിൻ്റെ ചില പ്രധാന കാരണങ്ങൾ സ്വന്തം കഴിവുകൾ അല്ലെങ്കിൽ ഭാവി, വ്യക്തിത്വം എന്നിവയെക്കുറിച്ചുള്ള ചിന്ത, അധ്യാപകരും മറ്റ് കൂടെയുള്ള മാതാപിതാക്കളും അല്ലെങ്കിൽ അവരുടെ എല്ലാം സമീപനം, ഇതെല്ലാം അവരുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോഴെല്ലാം എന്താണ്, ഇവരുടെ സ്ട്രെസ്സ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. എന്ത് കാര്യത്തിലും അമിതമായിട്ട് നമ്മൾ സ്ട്രെസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം യാന്ത്രികമായിട്ട് പോവുകയുള്ളൂ. ഒന്നിലും മനസ്സുറപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഒരു നല്ലൊരു ബ്രെയിൻ അല്ലെങ്കിൽ നല്ലൊരു ഓർമ്മശക്തിക്ക് നല്ലൊരു ബ്രെയിൻ അത്യാവശ്യമാണെന്ന് പറയൂ അല്ലേ. നല്ലൊരു ബ്രെയിനിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും അല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന ശ്വാസോച്ഛ്വാസത്തിലൂടെയും നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്? കാൽസ്യം, ഗ്ലൂക്കോസ്, അയൺ, ഓക്സിജൻ, ഫോസ്ഫറസ് എന്നിവയെല്ലാം കിട്ടുന്നുണ്ട് അല്ലേ. ഇതെല്ലാം എന്തിനാണ്? ഇതെല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും അല്ലെങ്കിൽ പുറമേയുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് അല്ലേ. അന്തരീക്ഷത്തിൽ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാം നമ്മുടെ ബ്രെയിനിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നല്ല ശുദ്ധവായു സഞ്ചാരമുള്ള സ്ഥലത്തിരുന്ന് വേണം നമ്മൾ പഠിക്കാൻ. അതുപോലെ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതലും പച്ചക്കറികളും ഗോതമ്പും പഴവർഗ്ഗങ്ങളും പാലും റാഗിയും എല്ലാം നമ്മൾ ഉൾപ്പെടുത്തണം. കാരണം ഇതിലെല്ലാം എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ഈ പറയുന്ന അയണും കാൽസ്യവും പ്രോട്ടീൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ബുദ്ധിശക്തിയെയും ഓർമ്മശക്തിയെയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം. പ്രഭാത ഭക്ഷണം ഒരിക്കലും നമ്മൾ മുടക്കരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? പ്രഭാത ഭക്ഷണം, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒരിക്കലും മുടക്കരുത്. എന്തുകൊണ്ടാണ്? അത് ബ്രെയിൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. കൊഴുപ്പുള്ള ഭക്ഷണവും പഞ്ചസാരയും ഒക്കെ കാൽസ്യത്തെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? കൊഴുപ്പുള്ള ഭക്ഷണങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കണം. ഫൈബർ നിറഞ്ഞ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതും സ്ട്രെസ്സ് കുറയ്ക്കാൻ സഹായിക്കും. നമുക്കറിയാം, ധാരാളം പച്ചക്കറികളും പഴങ്ങളൊക്കെ കഴിക്കുന്നവർക്ക് ധാരാളം നല്ല രീതിയിൽ ബ്രെയിൻ പ്രവർത്തിക്കും എന്നെല്ലാം പറയുന്നത് കേട്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? അതിലടങ്ങിയിരിക്കുന്ന കാൽസ്യവും അയണും എല്ലാം എന്താണ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് അല്ലേ. വളരെ ശ്രദ്ധയോടെ പഠിച്ചാലാണ് നമുക്കത് ഓർമ്മയിൽ നിൽക്കുള്ളൂ. അങ്ങനെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും നമുക്ക് കഴിയും. മനസ്സിലാക്കി പഠിക്കുകയും വീണ്ടും വീണ്ടും ഓർമ്മിക്കാൻ വേണ്ടി വീണ്ടും അതേ കാര്യങ്ങൾ തന്നെ വായിക്കുകയും ഒക്കെ ചെയ്യണം. ഒരു വിഷയം പഠിക്കുക മാത്രമല്ല, ഉത്തരം എഴുതുന്ന രീതിയും പ്രധാനമാണ്. നമ്മൾ വെറുതെ കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് മാത്രം കാര്യമില്ല. ഇതിന് ഇന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസിനനുസരിച്ചുള്ള ആൻസർ നമ്മൾ എഴുതാൻ നമ്മുടെ മൈൻഡ് അതിന് റെഡി ആയിരിക്കണം. അതിനെന്താ വേണ്ടത്? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഒരു സ്ട്രെസ്സും അല്ലെങ്കിൽ ഒരു പേടിയോ ഉത്കണ്ഠയോ ഒന്നും കൂടാതെ വേണം നമ്മൾ പഠിക്കാനും. അതേപോലെ തന്നെ പരീക്ഷാ സമയത്ത് നമ്മൾ ഒരു പേടിയും ഭയവും ഒന്നും ഇല്ലാതെ വേണം പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുത്ത് നമ്മൾ എഴുതേണ്ടത്. കൂടുതൽ സമയം TV കാണുന്നത് പഠന സമയം കുറയ്ക്കുന്നതോടൊപ്പം പഠന നിലവാരം കുറയ്ക്കുന്നതിനും കാരണമാകുമെന്നാണ് നമ്മുടെ ഈ ഒരു ലേഖനത്തിൽ പറയുന്നത്. അത് ഏറ്റവും വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ നമുക്കറിയാം, TV കാണുന്നതിലൂടെ നമ്മുടെ കണ്ണിന് കൂടുതൽ സ്ട്രെസ് വരികയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ തലച്ചോറിലേക്ക് ഈ ഒരു നമ്മൾ ഈ കാണുന്ന TVയിൽ നിന്ന് വരുന്ന ആ ബ്രൈറ്റ്നസ്സും ആ ലൈറ്റും ഒക്കെയാണ് പ്രതിഫലിക്കുക. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള സമയം കൂടുതലും നഷ്ടപ്പെടും. അതേപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ ഓർമ്മയിലുള്ള കാര്യങ്ങളെല്ലാം പതിയെ നമ്മളത് മറന്നു പോവുകയും ചെയ്യും. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സമയക്രമീകരണം. നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യണം. അത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സമയത്തെ ഫീൽഡ് ടൈമും അൺഫീൽഡ് ടൈമുമായി ക്രമീകരിക്കാൻ സാധിക്കും. ഫീൽഡ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൈനംദിന പ്രവൃത്തികൾക്കായി ഉപയോഗിക്കുന്ന ടൈം, അതായത് എന്തൊക്കെയാണ്? ഭക്ഷണം കഴിക്കുക, വസ്ത്രം മാറ്റുക, കുളിക്കുക, പിന്നെ സ്കൂളിൽ പോകുക മുതലായവ. അൺഫീൽഡ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഉറക്കത്തിലും മറ്റു കാര്യങ്ങൾക്കുമായി നമ്മൾ വിനിയോഗിക്കുന്ന സമയം. ഏകദേശം ഉറക്കത്തിനും ഒക്കെ ആയിട്ട് എത്രയായിരിക്കും? ഒരു 10-12 മണിക്കൂർ നമ്മൾ അൺഫീൽഡ് ടൈംസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ദിവസവും 7 മുതൽ 10 മണിക്കൂർ വരെ ഉറങ്ങുന്നത് ശാരീരിക വിശ്രമത്തിൽ തലച്ചോറിൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്കും വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും രാത്രി ഒരു 7 മണി മുതൽ 8 മണിക്കൂർ വരെ ഉറക്ക് കിട്ടുന്ന കണക്കിന് നമ്മൾ കിടന്നുറങ്ങാൻ ശീലിക്കണം. എപ്പോഴും പോസിറ്റീവായിരിക്കുക. നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താവും? നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ശാരീരിക ഘടനകളിൽ മാറ്റം വരും. അതായത് നമ്മളെ മെൻ്റൽ ഡിപ്രഷൻ കൂടും. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ പഠിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നമ്മളോട് മറന്നു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും പോസിറ്റീവ് ചിന്തകളിലൂടെ മുന്നോട്ട് പോകുക. പോസിറ്റീവ് ചിന്തകൾ പോസിറ്റീവ് റിസൾട്ട് നൽകുമെന്നാണ് പറയുന്നത്. ഇത് സമ്മർദ്ദം കുറയ്ക്കുന്നതിന് സഹായിക്കും. കുട്ടികൾക്ക് ഉത്കണ്ഠയോ വിഷാദമോ ഉണ്ടായാൽ ഉടൻ തന്നെ അത് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ നോക്കണം. സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഒഴിവാക്കുന്നതിനും നിങ്ങളുടെ സമയത്തെ ശരിയായി നിയന്ത്രിക്കേണ്ടതുണ്ട്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം?
ഈ ലേഖനത്തിൽ ഇതെല്ലാം ഒരു 4 കാര്യങ്ങളിലൂടെ രേഖപ്പെടുത്തുന്നുണ്ട്. ടു ഡു ടാസ്ക് ലിസ്റ്റ്. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു പട്ടിക തന്നെ തയ്യാറാക്കാം. ഈ ടാസ്കുകളെ ഏറ്റവും പ്രധാനപ്പെട്ടത്, കുറച്ച് പ്രധാനപ്പെട്ടവ, അല്ലെങ്കിൽ നിത്യേന ചെയ്യാനുള്ള ജോലികൾ എന്നിങ്ങനെ 3 ആയിട്ട് നമുക്ക് തിരിച്ചെഴുതാം. എന്നിട്ട് പൂർത്തിയാക്കിയ ജോലികളുടെയും ഇനി ചെയ്യാനുള്ള ജോലികളുടെയും ലിസ്റ്റ് തയ്യാറാക്കുക. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് വ്യായാമം. അത് നമ്മുടെ ഉത്കണ്ഠ കുറയ്ക്കാനും നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും ഉറക്കത്തെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കും. പിന്നീട് വേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് നല്ല ഹോബികൾ. മനസ്സിന് സന്തോഷം നൽകുന്നതോടൊപ്പം സ്ട്രെസ്സ് കുറയ്ക്കുകയും ചെയ്യും. നമ്മൾ നല്ല രീതിയിലുള്ള, അതായത് ഹോബികൾ എന്ന് പറഞ്ഞാൽ പലതും ഉണ്ടല്ലേ. ടി വി കാണുക, നടക്കുക, വ്യായാമം ചെയ്യുക, അങ്ങനെ പലതും ഉണ്ട്. കഥ എഴുതുക, ചിത്രം വരയ്ക്കുക, പെയിൻ്റ് ഇടുക, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്നും നല്ല കാര്യങ്ങളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ കഴിയും. എപ്പോഴും ശാന്തവും സമാധാനവുമായി ആയിരിക്കുവാനും സ്വയം പോസിറ്റീവായി ചിന്തിക്കാനും ശീലിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് മാത്രം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും എന്താവും? നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാനും ശ്രമിക്കണം. ഓരോ വർഷത്തെയും കണക്കെടുത്ത് നോക്കിയാൽ നമുക്കറിയാം, ഓരോ വിദ്യാർത്ഥികൾ ജയിക്കുമ്പോഴും അതിൽ ചില വിദ്യാർത്ഥികൾ പരാജയപ്പെടുന്നുണ്ട് അല്ലേ. ആ പരാജയപ്പെടുമ്പോഴോ, പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴോ, അല്ലെങ്കിൽ ആത്മഹത്യ എന്ന അത്യന്തം ദുഃഖകരമായ അവസ്ഥയിലേക്ക് പോകുന്ന കുട്ടികളെയും നമുക്കറിയാം അല്ലേ. ഓരോ പരീക്ഷ കഴിയുമ്പോഴും, അല്ലെങ്കിൽ ഓരോ SSLC പരീക്ഷയും +2 പരീക്ഷ കഴിയുമ്പോഴും, അല്ലെങ്കിൽ നീറ്റിൻ്റെ എക്സാം, അങ്ങനെ പല എക്സാമുകൾ, ഇനി എന്തിനാ അതൊക്കെ പറയണം, 9ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും അല്ലെങ്കിൽ 5ാം ക്ലാസ്സിലെയും 4ാം ക്ലാസ്സിലെയും ഒക്കെ പരീക്ഷ കഴിയുമ്പോൾ കുട്ടികളുടെ ഉള്ളിൽ പേടിയാണ് അല്ലേ. അടുത്ത പരീക്ഷയ്ക്ക്, ഈ പരീക്ഷയ്ക്ക് ഞാൻ ജയിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് എനിക്ക് പോകാൻ കഴിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ നോക്കും, എൻ്റെ കൂട്ടുകാരോട് എങ്ങനെ ഞാൻ വർത്തമാനം പറയും, അവരുടെ മുഖത്തേക്ക് എങ്ങനെ ഞാൻ നോക്കും, എൻ്റെ പേരൻസ്, ടീച്ചേഴ്സ് എന്നെല്ലാം ചിന്തിച്ചിട്ട് എന്താവും? അവരുടെ ഉള്ളിൽ സ്ട്രെസ്സ് കൂടുകയുള്ളൂ അല്ലേ. അത് അവർക്ക് എന്തിലേക്ക് അവരെ വഴിതിരിക്കുക? ആത്മഹത്യ എന്ന പറയുന്ന ആ ഒരു പ്രക്രിയ ചെയ്യാനായിരിക്കും അവരുടെ മനസ്സ് മുന്നോട്ട് പോവുക അല്ലേ. പരീക്ഷയിലെ പരാജയം എന്നത് ലോകാവസാനമല്ല എന്നും, അത് നമ്മൾ ഐൻസ്റ്റീനും രാമാനുജൻ തുടങ്ങിയ എല്ലാ വ്യക്തികളും പോലും ജീവിതത്തിൽ പരാജയങ്ങളെ തരണം ചെയ്താൽ മാത്രമാണ് നമുക്ക് ഉന്നതിയിലേക്ക് അല്ലെങ്കിൽ ഉയരത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്ന ഒരു കാര്യവും നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ്. തോൽവി ഒരിക്കലും ഒരു അവസാനമല്ല, വിജയം ഒരിക്കലും ഒരു അന്തിമവുമല്ല. ആയതിനാൽ പോസിറ്റീവ് ചിന്തകൾ വളർത്തി പരാജയത്തെ ജീവിതത്തിൻ്റെ ഭാഗമായി കാണുക. പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി നമ്മൾ പങ്കുവയ്ക്കുക. നമുക്കിനി പഠിക്കാൻ കഴിയുന്നില്ല എങ്കിലോ, അല്ലെങ്കിൽ വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്നില്ലെങ്കിലോ, എന്തുണ്ടെങ്കിലും അത് എന്ത് ചെയ്യുക? നിങ്ങൾ കൺസേൺഡ് ടീച്ചേഴ്സിനോടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തികളോടോ നിങ്ങൾ അത് തുറന്ന് പറയുക. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള കുറച്ച് സ്ട്രെസ്സുകൾ നമ്മൾ മറ്റുള്ളവരോട് തുറന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ്സിന് അളവ് കുറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മറ്റുള്ളവരുമായിട്ട് നമ്മുടെ സങ്കടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ പങ്കുവയ്ക്കണം അല്ലേ. അങ്ങനെ പരീക്ഷാ സമ്മർദ്ദത്തെ അഭിമുഖീകരിക്കുകയും അതിലൂടെ നമുക്ക് ഓരോ പരീക്ഷയും നല്ല ആത്മവിശ്വാസത്തോടു കൂടി എഴുതാനും നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാനും നല്ല മാർക്കുകൾ വാങ്ങാനും കഴിയും. അപ്പോൾ എന്ത് ചെയ്യണം? ഒരിക്കലും നമ്മൾ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന സമയത്തോ അയ്യോ എനിക്ക് ഇത്രയും പഠിക്കാനുണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കരുത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിലേക്ക് നിൽക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തണം. കാരണം ഇത് ഇത്രയും പഠിക്കാനുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല. പഠിച്ച കാര്യങ്ങൾ നമ്മൾ വളരെ മനസ്സിരുത്തി നോക്കുക, വളരെ സ്ട്രെസ് റിലീഫായിട്ട് നമ്മൾ നോക്കുക. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പഠിച്ചതിൽ എന്തെങ്കിലും ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ പഠിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വെക്കുക. അടുത്തത് ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു എക്സ്പീരിയൻസസ് സ്ട്രെസ് ഡ്യൂറിങ് എക്സാം ബിസൈഡ്സ് സ്റ്റുഡൻസ്? ആരാണ് കുട്ടികൾ കൂടാതെ സ്ട്രെസ് അനുഭവിക്കുന്നത്? ടീച്ചേഴ്സും പാരൻസും അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കോസസ് ആങ്സൈറ്റി അമംഗ് സ്റ്റുഡൻസ്? സ്റ്റുഡൻസിൽ ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുക? വറി അബൌട്ട് മീറ്റിംഗ് എക്സ്പെക്ടേഷൻസ് ഓഫ് പാരൻസ്, ടീച്ചേഴ്സ് ആൻഡ് പിയേഴ്സ്. തൻ്റെ കൂടെയുള്ളവരെ അല്ലെങ്കിൽ പാരൻസിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്യുക എന്നായിരിക്കും അവരുടെ ചിന്ത അല്ലേ. അടുത്തത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഒപ്റ്റിമൽ ആങ്സൈറ്റി ആൻഡ് ഓവർ ആങ്സൈറ്റി? ഒപ്റ്റിമൽ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മോട്ടിവേഷനാണ്. ഓവർ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ അത് ഡിസേബിളിംഗ് ആണ്, നമ്മളെ ഒന്നും ചെയ്യാനില്ലാതെ ആക്കുന്ന അവസ്ഥയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബ്രെയിൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മീൽ? ഏതാണ് ബ്രെയിനിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീൽസ്? നമ്മൾ പറഞ്ഞു അല്ലേ, രാവിലത്തെ ഭക്ഷണം, അതായത് ബ്രേക്ക്ഫാസ്റ്റ്. വാട്ട് ഷുഡ് ബി അവോയ്ഡഡ് ആസ് ഇറ്റ് സ്റ്റീൽസ് സ്റ്റഡി ടൈം? ഏതാണ്? വാച്ചിങ് ടെലിവിഷൻ അല്ലേ. നമ്മൾ TV കാണുന്ന ടൈം നമ്മളെ പഠനത്തിൽ നിന്ന് നമ്മളെ വേർസ്പോട്ട് ആക്കുന്ന ടൈമാണ് അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 3 കാറ്റഗറീസ് ഫോർ ഡിവൈഡിങ് ടാസ്ക്സ് ടു മാനേജ് സ്ട്രെസ്? എന്തൊക്കെയാണ് 3 കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്? ഏതൊക്കെയാണ്? ഇമ്പോർട്ടൻറ്റ്, ലെസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് റൊട്ടീൻ. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അധികം പ്രാധാന്യം കൊടുക്കാത്തതോ, പിന്നെയോ നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ 3 കാറ്റഗറികളായിട്ടാണ് തിരിച്ചത്. പിന്നെയോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് മെയിൻറ്റെയിനിങ് എ ഡയറി ഹെൽപ്പ് ഇൻ സ്ട്രെസ് മാനേജ്മെൻറ്റ്? എങ്ങനെ അത് സഹായിക്കുക? നമ്മൾ പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളോ എല്ലാം നമ്മളതിൽ കുറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെസ് ഒരുവിധം അത് കുറയും അല്ലേ. നെയിം 2 ബെനിഫിറ്റ്സ് ഓഫ് റെഗുലർ എക്സസൈസ് മെൻഷൻഡ് ഇൻ ദ ടെക്സ്റ്റ്. ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന റെഗുലർ ആയിട്ടുള്ള എക്സസൈസസ് ഏതൊക്കെയാണ്? ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ഉറക്കം മുന്നോട്ട് കൊണ്ടുപോകാനും, ഇംപ്രൂവ് സ്ലീപ്സ്. ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. കാരണം നമ്മുടെ തന്നെ ഉള്ളിലുള്ള കാര്യങ്ങളാണല്ലേ ഈ ചാപ്റ്റേഴ്സ് ഫുള്ള് ഉള്ളത്. അതുകൊണ്ട് നമുക്കൊന്ന് ഈ ഒരു സമ്മറി ഒന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ടീച്ചർ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളൊന്ന് കേട്ടാൽ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പിടികിട്ടും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് വെറുതെ ഒന്ന് വായിച്ച് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം നോട്ട് ചെയ്ത് വെക്കുക, മനസ്സിൽ നോട്ട് ചെയ്ത് വെക്കുക, പേപ്പറിലല്ല മൈൻഡിൽ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ സ്റ്റോറി ഫുള്ളൊന്ന് വായിച്ച് നോക്കുക. അത്രയേ വേണ്ടൂ. ഓക്കെ.